പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ആകെ വിഴുങ്ങിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഒരു ഭീതിദയമായിട്ടുള്ള ഡൂംസ്ഡേ സ്ട്രൈക്ക് അഥവാ അന്ത്യവിധി ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുവൈറ്റിലെ അതിശക്തമായിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇറാൻ സൈന്യം അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കുവൈറ്റിന്റെ ആകാശം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകളും ഈ കാമിക്കാസി ഡ്രോണുകളും കൂട്ടത്തോടെ പതിച്ചതായാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക പാട്രിയറ്റ് റഡാർ സംവിധാനങ്ങളെയും വ്യോമഗതാഗത നിരീക്ഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഈ ഒരു മാരക പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ US താവളങ്ങൾ പൊട്ടിത്തെറിക്കുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യയിലെ US സഖ്യത്തിന്റെ കൺട്രോൾ റൂമുകൾ പൂർണ്ണമായിട്ടും നിശ്ചലമാകുന്ന അവസ്ഥയിലാണ്. അതായത് ഈ മുജ്തബ ഖമീനി പറഞ്ഞ ഒരു ഒറ്റ വാക്കാണ് അവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ തുടച്ചു നീക്കും. ഇതൊരു വെറും വാക്കല്ല. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മുജ്തബ ഖമീനിയും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളയും അല്ലെങ്കിൽ ഇറാൻ പ്രവചിച്ചിട്ടുള്ളയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ സൈനികർ IRGC എല്ലാം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. തങ്ങളെ തൊട്ടാൽ ഗൾഫ് മണ്ണിൽ അമേരിക്കയ്ക്ക് ഒരു ഇഞ്ച് സ്ഥാനം ബാക്കി ഉണ്ടാകില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ജോർദാനിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അമേരിക്ക ഇറാനിൽ കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിന് പകരമായിട്ട് അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും തകർക്കുക എന്ന തന്ത്രമാണ് ഈ IRGC ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. കുവൈറ്റിലെ ജനവാസ മേഖലകളിലും റിഫൈനറികൾക്കും സമീപം മിസൈലുകൾ പൊട്ടിത്തെറിച്ചതോടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ വൻ ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്. നമ്മൾ പലതവണ ദി ജേർണലിസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് മേഖലയ്ക്ക് വലിയ ആശങ്കയാണ്. പ്രവാസി ജീവിതം അതികഠിനമായിട്ട് പോകും ഈ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ. പലരും അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞു അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല, യാതൊരു കുഴപ്പവുമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, സത്യത്തിൽ അവസ്ഥകൾ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രവാസികളുടെയും ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയെ തുടച്ചു നീക്കുമെന്ന് മുജ്തബ ഖമീനി പറഞ്ഞ കാര്യം എന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കൂടി ആണ് ഈ ഒരു യുദ്ധത്തിന്റെ നിഴലില്. കാരണം ഈ മുജ്തബ ഖമീനി ഇറാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ഇതുവരെ നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അവർ ചെല്ലത്തുള്ളൂ. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കുവൈറ്റിലെ 2 പ്രധാന US സൈനിക താവളങ്ങളെയാണ് ഇറാന്റെ ഡ്രോൺ പട ലക്ഷ്യമിട്ടത്. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ് ക്യാമ്പ്, അവിടെ തന്നെ ഉദൈരി എന്ന് പറയുന്ന ഒരു ക്യാമ്പ്, അവിടെ ഈ 2 ഇടങ്ങളിലേക്ക് ഇറാന്റെ വൻതോതിൽ ആത്മഹത്യാ ഡ്രോണുകൾ അടിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ അലി അൽ സലാം താവളത്തിലെ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പാട്രിയറ്റ് റഡാർ സംവിധാനവും എയർ സർവൈലൻസ് റഡാറും പൂർണ്ണമായും തകർന്നതായിട്ട് ഇറാൻ സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ അവകാശപ്പെട്ടു കഴിഞ്ഞു. US വ്യോമസേനയുടെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്ന ഈ റഡാറുകൾ തകർന്നതോടെ മേഖലയിലെ US വ്യോമ ഗതാഗത നിയന്ത്രണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കാം. അതായത് യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങുന്നു, ഇടയ്ക്ക് വെടിനിർത്തൽ കരാർ വരുന്നു, വീണ്ടും യുദ്ധം തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ യുദ്ധം വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്, ഗൾഫ് മേഖല പ്രതിസന്ധിയിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധം നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് 6 രാജ്യങ്ങളിലേക്കും കപ്പലിലേക്കും ഹോർമുസ് നിയന്ത്രണങ്ങളിലേക്കും ഒക്കെ ഈ ആക്രമണം സംഭവിക്കുന്നുണ്ട്. ഈ ആക്രമണം സംഭവിക്കുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അമേരിക്ക തിരിച്ചൊറ്റ രാജ്യമായിട്ടുള്ള ഇറാനിലേക്ക് മാത്രമേ അടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നുള്ളൂ, യുദ്ധം നടത്തുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 6 രാജ്യങ്ങളിലേക്കും ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ, അത് അവിടുത്തെ നേരിട്ട് രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴാണ് മാറിയത്. അതിനു മുമ്പ് വരെ അങ്ങനെ മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് മുജ്തബ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്കാണ്. അതായത് മുജ്തബ ഖമീനി പറഞ്ഞത് പശ്ചിമേഷ്യയിൽ ഞങ്ങൾ അമേരിക്കയെ തുടച്ചു നീക്കും. അപ്പോൾ ഈ 6 രാജ്യങ്ങളിലും ഈ ഹോർമുസ് കടലിടുക്കും എല്ലായിടത്തേക്കും
നടക്കുന്ന ആക്രമണത്തിന്റെ ഏകദേശ രൂപം ഈ പശ്ചിമേഷ്യയിലും ഹോർമുസ് കടലിടുക്കിലും അമേരിക്കയെ തുടച്ചു നീക്കാനുള്ളത് തന്നെയാണ്. അത് ചില സമയങ്ങളിൽ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് യുദ്ധം എത്തിച്ചേരുന്നു. ഇതിനു പുറമെ ക്യാമ്പ് ഉദേരയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ആയുധ ശേഖരത്തിന് നേരെ കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമാക്കുകയാണ്. അതായത് ഓരോ രാജ്യത്തും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുള്ളത്. ഇനി ഡ്രോണുകൾ വന്ന് പതിച്ചതിനെ തുടർന്ന് US ആയുധപുരയിൽ വൻ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായിട്ടും മണിക്കൂറുകളോളം ഇവിടെ തീപിടുത്തം ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആക്രമണം നടന്ന സംഭവത്തിലാണ് കുവൈറ്റ് സൈനിക വക്താക്കളും ഈ കനത്ത ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ നിരവധി മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായിട്ട് അവർ അറിയിച്ചു. എങ്കിലും ഇറാന്റെ കനത്ത പ്രകോപനം തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് കുവൈറ്റ് കുറ്റപ്പെടുത്തുന്നത്. സൈനിക താവളങ്ങൾക്ക് പുറമെ കുവൈറ്റിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഒരു പവർ ആൻഡ് വാട്ടർ ഡീസലൈനേഷൻ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് കുവൈറ്റ് ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കി. കുവൈറ്റിലെ ജനസംഖ്യയുടെ 90% കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്ന ഡീസലൈസേഷൻ പ്ലാന്റാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിലെ ജീവനക്കാർക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഇതോടെ രാജ്യത്ത് കടുത്ത കുടിവെള്ള വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഈ ഭരണകൂടമുള്ളത്. പുലർച്ചെ 4:30 മുതൽ കുവൈറ്റിന്റെ ആകാശത്ത് മിസൈലുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതായിട്ട് റിഫൈനറികളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുരക്ഷ മുൻനിർത്തി പല കമ്പനികളും ജീവനക്കാരോട് കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുവൈറ്റിന് പുറമെ ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ മറ്റ് US അനുകൂല രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ഈ വിപ്ലവ ഗാർഡുകൾ അതായത് IRGC ഒരേ സമയം മിസൈൽ മഴ തന്നെ നടത്തുകയാണ്. ബഹ്റൈനിലെ US 5th ഫ്ലീറ്റിന് ആസ്ഥാനവും ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്നത് US-നെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാന്റെ ഈ ഒരു ഡൂംസ്ഡേ സ്ട്രൈക്കിന് മറുപടിയായിട്ട് US സെൻട്രൽ കമാൻഡ് ഇറാന്റെ തീരദേശ മേഖലകളിൽ കനത്ത തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും തീരദേശ നിരീക്ഷണ ടവറുകളും തകർക്കാൻ US യുദ്ധവിമാനങ്ങൾ 8ാം രാത്രിയിലും ബോംബാക്രമണം തുടരുകയാണ്. അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $90 കടന്ന് കുതിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഈ ഒരു ഡ്രോൺ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് സൈനിക സഹായം നൽകുന്ന രാജ്യങ്ങളെല്ലാം ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്ന പുതിയ യാഥാർത്ഥ്യം ഗൾഫ് രാജ്യങ്ങളെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നു. അമേരിക്കയെ സഹായിച്ചാൽ പ്രകൃതിവാതകമോ എണ്ണയോ ഈ ഒരു മേഖലയിൽ നിന്ന് കയറ്റി അയക്കാൻ അനുവദിക്കില്ല എന്ന ഇറാന്റെ നിലപാടും ശക്തമാണ്. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ അയക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് ഇറാന്റെ ഈ ഒരു കനത്ത തിരിച്ചടി എന്ന് പറയുന്നത്. നാറ്റോ സഖ്യത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ US കൂടുതൽ സൈന്യത്തെ പശ്ചിമേഷ്യയിലേക്ക് അയക്കുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ഈ ഒരു യുദ്ധത്തിൽ നിർണായകമാകും. ഗൾഫ് മേഖലയിലുടനീളം യുദ്ധ സൈറണുകൾ മുഴങ്ങുമ്പോൾ നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ്. നയതന്ത്ര ചർച്ചകളെല്ലാം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ ഇനിയൊരു സമാധാനം എപ്പോഴുണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഇറാൻ നടത്തുന്ന ഈ ഒരു ആക്രമണങ്ങൾക്ക് പിന്നിൽ ഓപ്പറേഷൻ നാസർ 2 എന്ന വലിയൊരു സൈനിക പദ്ധതി ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇറാന്റെ അത്യാധുനിക ഷാഹിദ് ഡ്രോണുകൾ കുവൈറ്റിലെ മീന അബ്ദുള്ളയിലെ US ലോജിസ്റ്റിക്സ് കേന്ദ്രത്തിൽ പതിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഖത്തറിലെ US-ന്റെ പ്രധാന താവളമായിട്ടുള്ള അൽ ഉദൈദിന് നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായത് അവർ ഈ ട്വിറ്ററിൽ വിട്ടിട്ടുണ്ട്. ഖത്തർ സൈന്യം ഇവ പ്രതിരോധിച്ചെങ്കിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക് പറ്റിയതായിട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. യുദ്ധം പേർഷ്യൻ ഗൾഫിൽ മാത്രം ഒതുങ്ങില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ എംബോ
ജബൽ അലി തുറമുഖങ്ങളെ തകർക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെ യമനിലെ ഹൂത്തി വിമതരെ ഇറാൻ യുദ്ധരംഗത്തേക്ക് ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കടലിലെ ബാബ അൽ മന്ദേബ് കടലിടുക്ക് കൂടി ഉപരോധിക്കാൻ ഹൂത്തികൾ മിസൈലുകളുമായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതോടെ ഹോർമുസ് പാതയ്ക്ക് പുറമെ ചെങ്കടൽ കൂടി അടയുമെന്ന വലിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഗൾഫ് മേഖല ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ മലയാളികളുടെ ജോലി ഉൾപ്പെടെ പോകുന്ന, അതായത് മലയാളി ഉൾപ്പെടുന്ന നിരവധി ഈ പ്രവാസികളാണ് അവിടെ ഉള്ളത്. അവരുടെ ജോലി ഉൾപ്പെടെ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ കഴിയാത്തൊരവസ്ഥ. കാരണം ഈ വ്യോമപാതകൾ അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് യുദ്ധം എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുജ്തബ ഖമേനി പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്നും പൂർണ്ണമായും അമേരിക്കയെ അവിടുന്ന് തുടച്ചു നീക്കും എന്ന നീക്കത്തിലേക്ക് ഇറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഈ ഗൾഫ് മേഖലയെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.